കലണ്ടർ വർഷത്തിന് നാം ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഇനി നാളെ ഒരു പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കും. ഏറ്റവും അവസാനത്തെ ഈ നാളുടെ അവസാനത്തെ ദിവ്യബലി. അതുകൊണ്ട് തന്നെ ഈ നാൾ നാം ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനഭാഗങ്ങളാണ്. സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി യോഹന്നാൻ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ഒരു പ്രത്യേകത, ആദിയിലെ വചനം മുതൽ, ഉൽപ്പത്തി മുതൽ എങ്ങനെയാണ് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഒരു കണക്ഷൻ പോലെ എത്തുന്നു എന്നതൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് യോഹന്നാനാണ്. ഇങ്ങനെ യോഹന്നാൻ തൻ്റെ സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു: ആദിയിൽ ക്രിസ്തുവാണ്, അന്തവും ക്രിസ്തുവാണ്. ഇങ്ങനെ ആദിയും അന്തവുമായ ക്രിസ്തുവിനാണ് എല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതും എല്ലാം നിർവചിക്കപ്പെടുന്നതും. ഈ ഒരു തികഞ്ഞ ബോധ്യത്തിൽ നിന്നാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം തന്നെ ആരംഭിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അങ്ങനെ ആദിയിൽ ഒരു വാക്കുണ്ടായതിൻ്റെ പേരിലാണ് പിന്നീട് ആ വാക്ക് മാംസം ധരിച്ച് ക്രിസ്തുവായി തീരുന്നതെന്ന് യോഹന്നാൻ വളരെ ലോജിക്കലായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ സുവിശേഷ ഭാഗം എന്ത് പ്രസക്തിയാണ് ആർജിക്കുന്നത്? ഒരു കലണ്ടർ വർഷത്തിന് സമാപനം കുറിക്കുമ്പോൾ നാം കഴിഞ്ഞ ഒരു വർഷക്കാലം ഉണ്ടായ എല്ലാ കാര്യങ്ങളെയും ധന്യതയോടെ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരിയേറെ നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം കടന്നു വന്ന കുറേ സമൃദ്ധമായ ബന്ധങ്ങൾ, കുടുംബജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങൾ, ഭവനം നിർമ്മിച്ചതാകട്ടെ, ഒരു വിവാഹം കുടുംബത്തിൽ നടന്നതാകട്ടെ, ഒരു കുഞ്ഞ് പിറന്നതാകട്ടെ, ഒരു നല്ലൊരു ജോലി കിട്ടിയതാകട്ടെ, നല്ലൊരു വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേർന്നതാകട്ടെ, വിദേശത്ത് എത്തിച്ചേർന്നതാകട്ടെ, ഇങ്ങനെ എന്തു തന്നെയായിരുന്നാലും വ്യത്യസ്തമായ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ചിലപ്പോൾ വേദനയുടെ ഒരു കഥ പറയാനും നമുക്കുണ്ടാകും. നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ, മരണമടഞ്ഞു പോയ പ്രിയപ്പെട്ടവർ, നഷ്ടപ്പെട്ടു പോയ ചില ജോലികൾ, ജീവിതാനുഭവങ്ങൾ, സങ്കടത്തിലാഴ്ത്തിയ ചില സാഹചര്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ വേദനിപ്പിക്കുന്ന ചില നീറുന്ന നൊമ്പരങ്ങളും ഉള്ളിലുണ്ടാകും. ഇതെല്ലാം സംജാതമാക്കി നാം ഈ വർഷത്തിന് സമാപനം കുറിക്കുകയാണ്. നല്ലത് എന്ന് പറയുമ്പോഴും ചില മോശപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേദനകളെന്ന് പറയുമ്പോഴും സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സമ്മിശ്രമായ ഒരു അനുഭവത്തിലാണ് നാം ഇന്ന് അൾത്താരെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഈ സുവിശേഷത്തിലൂടെ നമുക്കൊരു തെളിച്ചം കിട്ടണം: എല്ലാം അവനിൽ പൂർത്തീകരിക്കപ്പെടും. ആദ്യം അവനാണ്, അന്തവും അവനാണ്. ഇതിനിടയിൽ ഈ ജീവിതം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ ഓട്ടത്തിനിടയിൽ നമ്മളെല്ലാവരും എവിടെയാണോ തുടക്കമെന്നും എവിടെയാണ് അവസാനമെന്നും നമുക്ക് തിരിച്ചറിഞ്ഞിരിക്കണം. ആ ഒരു ബോധ്യമാണ് ഇന്നത്തെ സുവിശേഷം. എവിടെയാണ് നാം തുടങ്ങേണ്ടത്, എവിടെയാണ് അവസാനം എത്തിച്ചേരേണ്ടത്? ഇങ്ങനെ തുടക്കവും ഒടുക്കവും കിട്ടുന്നവന് പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. എല്ലാം ക്രിസ്തുവിലാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള യാത്രകളൊക്കെ വളരെ സുന്ദരമായ യാത്രയാകുമെന്നും അതിനൊക്കെ ഒരു സന്തോഷമുണ്ട് എന്നും പ്രത്യാശ നൽകുന്നതാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം. പ്രിയമുള്ളവരെ, എല്ലാം തുടങ്ങിയത് ക്രിസ്തുവിൽ നിന്നാണ്, എല്ലാം സംജാതമാകുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് തന്നെ ഈ വചനം പൂർത്തീകരിക്കപ്പെടുന്ന ഒരിടമുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും ജീവിത സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരിടമുണ്ടാകും. അവിടെ ക്രിസ്തു കൂടെ ഉണ്ടാകും. എല്ലാത്തിനും നന്ദി പറയുന്ന ഈ ഒരു നിമിഷം ഉള്ളിൽ ഓർക്കേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ: എവിടെയെങ്കിലുമൊക്കെ ആ ക്രിസ്തുവിൻ്റെ കൈവിട്ട് പോയിട്ടുണ്ടോ? ആ ക്രിസ്തുവിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ടോ? അങ്ങനെ തെന്നിമാറാതെ ക്രിസ്തുവിൽ ചേർന്നൊരു ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ
എന്നേശുവേ. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. എൽഷദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽഷദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. യഹോവ ഈരേയായി എൻ
ശൂന്യതകൾ മാറ്റിയല്ലോ. എപ്പോഴും എന്നെ കാണുന്ന എൽരോഹിയൻ സ്നേഹക്കൊടിയേ, എപ്പോഴും എന്നെ കാണുന്ന എൽരോഹിയൻ സ്നേഹക്കൊടിയേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ.